നിങ്ങൾക്ക് തുണ്ടാണെങ്കിൽ കഴിച്ചോ, ഉമ്മ കൂട്ട തുണ്ടോണം കഴിച്ചോ, തുണ്ട് മതി, തുണ്ട് മതിരാ. ആ വരുമാനല്ലേ തുണ്ട് കഴിച്ചേ. ഉമ്പോളണോ, ഉമ്പോളുണ്ടേ. ഇത് നമ്മുടെ കണ്ണവൻ, എല്ലാവർക്കും സുപരിചിതനല്ലേ. എന്റെ എല്ലാ ഒപ്പം എപ്പോഴും ഉണ്ടാവും. റജീവിന്റെ ഒരു വിശുദ്ധനായിട്ടുള്ള ഒരു മോനാണ് കണ്ണൻ അല്ലേ. കണ്ണന് ഇപ്പോഴേ കുറച്ച് നാളുകളായിട്ട് എപ്പോഴും ഒരു അസ്വസ്ഥതകൾ കൂടി വരാം. എന്ത് പറ്റിയേ? ഓ ശ്രദ്ധിക്കുന്നതാണോ? അല്ല അല്ലേ, അവന് ഫിക്സ് വരാ, അതുപോലെ അവന് വേദനയുടെ ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നു വയറ്റിന്റെ ഉള്ളിൽ നിന്ന്. അപ്പൊ ഞങ്ങള് യൂറിൻ ഇൻഫെക്ഷൻ അങ്ങനെ പല മേഖലകളിൽ ഡോക്ടർ 3-4 ഡോക്ടർമാരായി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മാറി മാറി സർവീസ് കൊടുക്കുന്നു. വിദഗ്ധരായിട്ടുള്ള ഡോക്ടർ തന്നെയാണ്. പക്ഷെ ഇപ്പോ നമ്മള് പിന്നെ വയറിൽ എന്തോ ഒരു അസ്വസ്ഥത കൂടുതൽ പ്രകടിപ്പിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. കാരണം അവൻ രാത്രി നേരങ്ങളിൽ ഒത്തിരി ഉറങ്ങാനും പറ്റുന്നില്ല, പാവം ഒത്തിരി വേദന അനുഭവങ്ങൾ പ്രകടിപ്പിക്കുക. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവനൊന്നും പറഞ്ഞറിയിക്കാനോ പറ്റുന്നില്ല. നമുക്കറിയാലോ, കണ്ണന്റെ ജന്മന ഇങ്ങനെയായിട്ടുള്ള. നമ്മുടെ കൂടെ തന്നെ ഒരു 10 വർഷത്തോളമായി. അതിനു മുമ്പ് വരെ അവരെ വീട്ടുകാർ നോക്കിയിരുന്നു. വീട്ടുകാരുടെ പ്രത്യേക ഒരു സാഹചര്യത്താല് നമുക്ക് ഒരു അനുഗ്രഹമായിട്ട് ലഭിച്ചതാണ് കണ്ണൻ. കണ്ണൻ വന്നപ്പോൾ നമ്മുടെ പ്രസ്ഥാനത്തിന് ശരിക്കും പറഞ്ഞാല് കണ്ണനെ ശുശ്രൂഷിക്കുന്ന ആ ശുശ്രൂഷയുടെ ആത്മീയ കണ്ണിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒത്തിരി വളർച്ചയാണ് കണ്ണനെ വന്ന് പരിചയപ്പെടുന്നവർക്കും കണ്ണൻ വഴി മറ്റുള്ളവർക്കും ഒക്കെ അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ പലപ്പോഴും നമ്മൾ വചനം പറയുന്നു, നമ്മൾ അകത്തേക്ക് പോകുന്നത് ഒന്നും അല്ല, അകത്തുനിന്ന് വരുന്നതാണ് നമ്മളിലേക്ക് നമ്മൾ ദുശ്ചിന്തമായിട്ട് മാറുന്നത്. യഥാർത്ഥത്തിൽ ശരിയാണ്. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ കണ്ണനെ കാണുമ്പോൾ, കണ്ണനെ പരിചരിക്കുമ്പോൾ നമുക്ക് ഒരു പക്ഷേ നമ്മുടെ ചിന്തകള് ഈ നിസ്സായാവസ്ഥയെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ വരും. എന്നാൽ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടി ഒരു ജന്മന ഇങ്ങനെയായിട്ടുള്ള ഒരു മകൻ ഒരു വിശുദ്ധനാണ്, ജീവിക്കുന്ന ഒരു വിശുദ്ധന്റെ കൂടെയാണ് നമ്മൾ ഈ യാത്ര ചെയ്യണമെന്നുള്ളൊരു ബോധ്യം. അവന്റെ ശാരീരിക അസ്വസ്ഥതകളൊക്കെ നമുക്ക് അവനെ പരിചരിക്കുമ്പോൾ സന്തോഷത്തോടുകൂടി പരിചരിക്കാനായിട്ട് അല്ലേ, എന്നാ സന്തോഷത്തോടുകൂടി പരിചരിക്കാൻ എൻ്റെ മോനെ നമുക്ക് പറ്റും. ആ പരിചരിക്കുന്നത് കാണുന്നവർക്കും തങ്ങളുടേതായിട്ടുള്ള വ്യത്യസ്തമായ സഹനങ്ങള് പ്രശ്നങ്ങള് ഒന്നുമല്ല കണ്ണനെ കാണുമ്പോൾ. എന്നാൽ കണ്ണൻ പലപ്പോഴും അവന്റെ ആരോഗ്യാവസ്ഥ മാറി കഴിഞ്ഞു കഴിഞ്ഞാല് വരുന്നവർക്ക് സ്തുതി കൊടുക്കും, വരുന്നവർക്ക് അവന്റെ പേരൊക്കെ പറയും, അതുപോലെ പാട്ടൊക്കെ പാടും കണ്ണൻ. എന്നാൽ ഇപ്പോ കണ്ണനെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഒരു ശാരീരിക അസ്വസ്ഥത കണ്ടപ്പോ ഞാൻ ഡോക്ടർമാരുടെ സ്പെഷ്യലായിട്ട് ജംബോയിമ്പില് എനിക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ശുശ്രൂഷ. എന്നിരുന്നാൽ പോലും അതിൽ നിന്ന് ദൈവം എനിക്ക് കൂടുതൽ തീക്ഷ്ണതയോടെ കണ്ണന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് പരിചരിക്കാനായിട്ട് ഒരു വെളിപ്പെടുത്തൽ പോലെ എനിക്ക് ലഭിച്ചപ്പോ എന്റെ കുരിശിന്റെ വഴി ശുശ്രൂഷകൾ മാത്രമായിട്ട് ഒതുങ്ങിവാക്കി ഞാൻ ഹോസ്പിറ്റലില് ഇപ്പൊ എപ്പോഴും ഈ കാലിന്റെ ഈ മുറിവുണ്ടായിട്ട് പരിക്കുണ്ടായിട്ട് പോലും ലിനോഷ് മോനാണ് അപ്പൻ്റെ കൂടെ നിന്നിട്ട് പിന്നെ എല്ലാ കാര്യങ്ങളും പരിചരിക്കുന്നത്. അപ്പൊ ഇതൊരു കൂട്ടായ്മയായിട്ട് വിശുദ്ധനായ ജീവിക്കുന്ന വിശുദ്ധൻ എന്ന് പറയാം. നമ്മളൊക്കെ പൂർത്തീകരണത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ ഒത്തിരി കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ട് നമ്മുടെ ആത്മാവിന് പൂർണ്ണമായ ഒരു വിശുദ്ധി ലഭിക്കുമ്പോഴാണ് അല്പസമയ പോലെ ചവറപിതാവിനെ പോലെയൊക്കെ വിശുദ്ധരായിട്ട് നമുക്ക് സമൂഹത്തിന് ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്ന തരത്തിലേക്ക് വളരുകയുള്ളൂ. എന്നാൽ ജീവിക്കുന്ന കണ്ണ പോലെയുള്ളവരൊക്കെ സമൂഹത്തിലെ ഒത്തിരി ആൾക്കാർക്ക് ഒരു വിടുതൽ ലഭിക്കുവാൻ, ഒത്തിരി ആൾക്കാർക്ക് ഒരു ആത്മീയമായ ബലം ലഭിക്കുവാനായിട്ട് കണ്ണനെ പോലെയുള്ള മക്കള് നമ്മൾ ഒരുക്കുമ്പോൾ, ആ മക്കള് അതിലേക്ക് ഒരുങ്ങുമ്പോൾ അതാണ് യഥാർത്ഥത്തില് ഈ വിശുദ്ധിയിലേക്ക് നമുക്ക് ജീവിക്കുന്ന വിശുദ്ധരെ കണ്ടുമുട്ടുവാനായിട്ട് ഭാഗ്യം ലഭിക്കുന്നത്, ശുശ്രൂഷിക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ ഇവന്റെ ഈ വേദനയുടെ ഈ അസ്വസ്ഥത എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരാൻ അവനും പറ്റുന്നില്ല, പ്രകടിപ്പിക്കാനും പറ്റുന്നില്ല. അപ്പൊ ഇവിടെ സ്പെഷ്യലായിട്ട് ഇപ്പോ സ്കാനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിരിക്കുകയാണ് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലില്. അതിനൊത്തിരി പൈസ ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ നോക്കുന്നില്ല. ഇപ്പൊ നമ്മളെ സ്ഥാപനത്തിന്റെ കുറെ മേഖലകൾക്ക് ഒത്തിരി സാഹചര്യ കടകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് ആരോഗ്യമുള്ളവർക്ക് കൊടുക്കുന്നേക്കാൾ കൂടുതൽ പരിചരണം, കൂടുതൽ സർവീസ് ഇവർക്ക് കിട്ടുന്നു. കാരണം ഇവർക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല. അപ്പോഴാണ് ഇവർക്കാണ് കൂടുതൽ മിഷണറി സർവീസ് കൊണ്ട്
ടെസ്റ്റുകൾ കൊണ്ട് ഇവരുടെ രോഗമേഖല കണ്ടുപിടിക്കേണ്ടതും അതിൽ നിന്ന് അവർക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടതും. അപ്പൊ ആ ഒരു യഥാർത്ഥം ഹൃദയത്തിൽ തോന്നുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന സത്യമുണ്ട്, നമ്മുടെ മക്കള് അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒരു രോഗാവസ്ഥ വരുന്നേക്കാൾ കൂടുതൽ ഈ മേഖലയിലുള്ളവരുടെ പരിചരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും, അവർക്കത് മാറ്റി കൊടുക്കാനുള്ള ഒരു വെളിച്ചം അല്ലെങ്കിൽ അതിലൊരു മാറ്റം, രൂപാന്തരീകരണം, ഒരു പുനർജീവൻ ഈ മക്കൾക്ക് വരുമ്പോൾ ഈ മക്കളിലൂടെ ഒത്തിരി ആളുകൾക്ക് ഒരു പുനർജീവൻ കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് യഥാർത്ഥത്തില് ഈ നോമ്പ് കാലത്തില് പ്രാർത്ഥനത്തോടെ പരിത്യാഗത്തോടെ പ്രാർത്ഥനയോടെ ഒരു പുനരുത്ഥാനത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഇതൊക്കെയാണ് അതിൽപ്പെട്ട ഒരു പുനരുത്ഥാന അനുഭവങ്ങൾ. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എന്റെ കണ്ണുമോന്റെ ഈ ഇപ്പോൾ നടക്കുന്ന ശുശ്രൂഷകളില് ഈ ട്രീറ്റ്മെന്റിന്റെ മേഖലയില് അവരുടെ ഈ ശാരീരിക അസ്വസ്ഥതകളെ തിരിച്ചറിഞ്ഞ് ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട്, തിരിച്ചറിഞ്ഞ് ശുശ്രൂഷിക്കുവാനായിട്ട്, തിരിച്ചറിഞ്ഞ് വേണ്ട പരിചരണം കൊടുക്കുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. അതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കറിയാം, ഞാൻ ഒരാൾക്ക് ബ്ലഡ് കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന ആൾക്ക് ബ്ലഡ് കിട്ടുന്നു, എന്റെ ബ്ലഡ് ശുദ്ധീകരിക്കപ്പെടുന്നു. ആരെല്ലാം കണ്ണൻമോന് വേണ്ടി പ്രാർത്ഥിക്കുന്നോ അത് നിങ്ങളുടെ ഒക്കെ നിയോഗങ്ങളുടെ മേലെ കണ്ണൻമോന്റെ അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് നൽകും. കാരണം ഇവൻ മറ്റുള്ളവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഈ ത്യാഗത്തോടെ പരിത്യാഗത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നതാണ്. ഈ യാഥാർത്ഥ്യമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിലെ പുനർജീവനിലൂടെ എപ്പോഴും ഈ മകനെ ശുശ്രൂഷിക്കുമ്പോഴും കൊണ്ട് നടക്കുമ്പോഴൊക്കെ എനിക്ക് അനുഭവപ്പെടുന്നത്, എനിക്ക് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനുള്ളത്. ഇന്ന് നമുക്ക് ഈ നോമ്പ് കാലത്ത് ഈ മകനെ നിങ്ങൾക്കും വീടുകളിൽ ഇരുന്ന് ശുശ്രൂഷിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ കണ്ണമോന്റെ ഈ രോഗാവസ്ഥയെ തിരിച്ചറിഞ്ഞ് ശുശ്രൂഷിക്കുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാം. ഇതിന്റെ ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഒന്ന് മാറ്റം കിട്ടാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് പ്രാർത്ഥിക്കാം. ഞാൻ തന്നെ ഇവന്റെ ഈ വേദനകൾ, ഈ സഹനങ്ങൾ, പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഈ വേദനകളൊക്കെ ഏറ്റെടുക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്, ഒത്തിരി വിഷമമുണ്ട്. പക്ഷെ ഈ വിഷമമൊക്കെ, ഈ സഹനമൊക്കെ ഈ മകനെ അവന് സഹിച്ചിട്ട് വേറെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുകയില്ല. ഞാൻ സ്വയം അതിന് ഭാഗ്യമായിട്ട് കാണാം. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ മകന്റെ സഹനം ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ അവന്റെ പുനർജീവനിലെ വന്ന് പറയുന്ന നിയോഗങ്ങള്, അവിടെ അറിയിക്കുന്ന ഓരോരുത്തരുടെ വേദനകള്, ഇതിനെല്ലാം കണ്ണൻമോനെ ഞാൻ വെച്ച് പ്രാർത്ഥിക്കുക. ജയിച്ചിരിക്കുന്ന കണ്ണമോനെ മധ്യസ്ഥ വെച്ചിട്ടെന്ന് പറയാൻ നമുക്ക് അറിയില്ല. കാരണം അവന്റെ വേദനകളാണ് ഞാൻ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളെവരെയും ഈ അമ്പൊഴിമ്പ് കാലത്ത് പ്രാർത്ഥനത്തോടെ പരിത്യാഗത്തോടെ പ്രാർത്ഥനയോടെ ഒരുങ്ങുമ്പോൾ ഒരു പുനർജീവൻ നമ്മുടെ കണ്ണമോനും ഒപ്പം നിങ്ങളുടെ ജീവിതത്തിലും ലഭിക്കുമാറാകട്ടെ. പുനർജീവന്റെ എല്ലാ ശുശ്രൂഷകളും നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും കുടുംബാന്തരീക്ഷത്തിനും ജീവിത സാഹചര്യത്തിനും സമർപ്പിക്കുകയും ഒപ്പം പുനർജീവന്റെ ഏറ്റവും വൈവിധ്യമാർന്ന, ഏറ്റവും പ്രത്യേകതയുള്ള പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന, സഭയുടെ വൈവിധ്യമാർന്ന മേഖലകൾ പിതാക്കന്മാര്, പ്രത്യേകിച്ച് വർക്കോപ്പ, കട്ടിൽ പിതാവ്, അഡ്രസ് പിതാവ്, ടോണി പിതാവ്, നമ്മുടെ മരിച്ചുപോയ തൂങ്കുഴി പിതാവിന്റെ ആത്മാവിനെയൊക്കെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വൈദികരെ, സമർപ്പിതരെ, വൈദിക വിദ്യാർത്ഥികള്, സമർപ്പിത വിദ്യാർത്ഥിനികള്, അതുപോലെ മരിച്ചുപോയ വൈദികരുടെയും സമർപ്പിതരുടെയും ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കള് സ്വർഗത്തിലേക്ക് ആയിരിക്കുവാനായിട്ട് കണ്ണൻമോന്റെ ഈ ശുശ്രൂഷയിലൂടെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്ന് കാലഘട്ടത്തിൽ നടക്കുന്ന യുദ്ധമേഖലകളിലുള്ള ആ കടുത്ത അന്തരീക്ഷം, ആ അന്തരീക്ഷത്തിൽ നിന്ന് തുടർന്ന് വരാൻ പോകുന്ന കാലഘട്ടത്തില് ഈ ലോകത്ത് സമാധാനത്തിന്റെ ഒരു പുനർക്രമീകരണം, ഇത് അനുഗ്രഹമായി മാറുവാനായിട്ട് ഈ യുദ്ധമേഖലകളല്ല പ്രതിവിധി, സമാധാന അന്തരീക്ഷവുമാണ് പ്രതിവിധി എന്ന്, അത് പ്രാർത്ഥനയിലൂടെയും പരിചയത്തിലൂടെയും പ്രാശ്ചിത്യത്തിലൂടെയാണ് അതിന് പൂർണ്ണത ലഭിക്കുകയുള്ളൂ എന്നൊരു വിശ്വാസത്തിലേക്ക് അർപ്പിച്ചുകൊണ്ട് പുനർജീവൻ നമ്മുടെ കണ്ണുമോനോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനകൾക്കായി കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.